സാധാരണ ഒരു വണ്ടി ഉപയോഗിക്കുന്ന നായകൻ വിവാഹം കഴിക്കുവാനായി പോകുന്ന പെണ്ണിനോട് തന്റെ കൈവശം ഒരു കറുത്ത പൾസർ ഉണ്ടെന്ന് കള്ളം പറയുന്നു. ഒടുവിൽ പെണ്ണിനെയും കൊണ്ട് കറങ്ങാൻ പോകാനായിട്ട് പൾസർ വേണമല്ലോ. അതിന് കൂട്ടുകാരനൊപ്പം ചേർന്ന് സെക്കൻഡ് ഹാൻഡ് ഒരു കറുത്ത പൾസർ വാങ്ങുകയാണ്. പക്ഷേ ആ ഒരു പൾസർ ആരുടെ കയ്യിലുണ്ടോ അവർക്ക് സമാധാനമേ കാണില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഓണാവുകയും ആളുകളെ ആക്രമിക്കുകയും ഒക്കെ ചെയ്യും. അതിനുള്ളിലുള്ളത് ഒരു ക്രൂരമായ ദുരാത്മാവ്. നായകന്റെ കൈവശം എപ്പോൾ ആ പൾസർ വന്നോ അപ്പോൾ മുതൽ നായകന് ദുരിതമാണ്. ഒടുവിൽ അതിനുള്ളിൽ ഒരു ദുരാത്മാവുണ്ടെന്നുള്ള കാര്യം നായകന് മനസ്സിലാകുന്നു. പിന്നീട് എന്തൊക്കെ സംഭവിച്ചു, ആരാണ് ആ ഒരു പൾസറിനുള്ളിലുള്ള ദുരാത്മാവ് എന്നൊക്കെ അറിയണ്ടേ? അതിന് പിന്നിലെ കഥകൾ എന്താണെന്ന് അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം കറുപ്പ് പൾസർ എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിൽ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ ചെന്നൈയിലുള്ള സെൽവം എന്ന ആളിനെയാണ് കാണിക്കുന്നത്. സെൽവം രാത്രി തന്നെ കാളകുത്താനായി വരുന്നതും ഒരു കറുത്ത പൾസർ ശബ്ദമുണ്ടാക്കുന്നതായും ഒക്കെ സ്വപ്നം കാണുന്നു. കാള കുത്താനായി വരുന്നത് കണ്ട് സെൽവം ഞെട്ടിയുണരുകയാണ്. അപ്പോൾ അവിടെ സെൽവത്തിന്റെ കറുത്ത പൾസറിനെയും കാണിക്കുന്നു. ഈ സെൽവമാണ് കഥയിലെ മെയിൻ വില്ലൻ. അടുത്ത ദിവസം സെൽവത്തിനെ കാണുവാൻ വേണ്ടിയിട്ട് സെൽവത്തിന്റെ ഒരു ബന്ധുവായ കാവേരി അവിടേക്ക് വരുന്നു. കാവേരിയാണെങ്കിലോ ഒരു ബിസിനസ് തുടങ്ങുവാനായി പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് കുറച്ച് കാശ് വാങ്ങുവാൻ വേണ്ടിയിട്ടാണ് സെൽവത്തിനടുത്ത് എത്തിയിരിക്കുന്നത്. ഈ സെൽവം പലിശയ്ക്ക് കാശൊക്കെ കൊടുക്കുന്ന ആളാണ്. പോകുവാനായി ഇറങ്ങുന്ന കാവേരിയോട് ദേ ആയിരിക്കുന്നത് എന്റെ കറുത്ത പൾസറ, നിങ്ങൾ വേണമെങ്കിൽ എടുത്തോ എന്നും കാവേരിയോട് പറയുന്നു. കാവേരി സന്തോഷത്തോടു കൂടി ആ പൾസർ കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. പൾസർ എടുക്കുന്ന സമയം തന്നെയായിരുന്നു കാവേരിയുടെ കൂട്ടാളിയുടെ കാല് മുറിയുന്നത്. അതൊന്നും കാര്യമാക്കാതെയാണ് അവരവിടെ നിന്ന് പോകുന്നതും. ആ പൾസറിന് എന്തോ ദുരൂഹതയുണ്ട്. അത് പോകെ പോകെ മനസ്സിലാകും. ആ ഒരു സീൻ അവിടെ കട്ടായി കഥാനായകനായ ദശരഥ രാജയെ കാണിക്കുന്നു. രാജ ഒരു ഫിൽറ്റർ കമ്പനി നടത്തുകയാണ്. രാജയാണെങ്കിലോ ചെറിയൊരു ബൈക്കിലാണ് വരുന്നതും. എന്നാൽ രാജയെ ഫോളോ ചെയ്ത് രണ്ടുപേർ ഒരു പിക്കപ്പിലും വരുന്നുണ്ട്. അത് മറ്റാരുമല്ല, കാവേരിയുടെ ആളുകളാണ്. ബിസിനസ് പരമായിട്ട് രണ്ടുപേർക്കും ഇടയിൽ ചെറിയ ശത്രുതയുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും രാജയെ കൊന്നുകളയണമെന്നാണ് കാവേരിയുടെ കൂട്ടാളികൾ ശ്രമിക്കുന്നത്. അതൊന്നും അറിയാതെയാണ് രാജ പോകുന്നത്. പക്ഷെ എങ്ങനെയൊക്കെയോ രാജ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. രാജയ്ക്ക് ഒരു സഹോദരിയുണ്ട്. സഹോദരി എന്ന് വെച്ചാൽ രാജയ്ക്ക് ജീവന. സഹോദരി ഒരു ദിവസം വിളിച്ച് ഒരു സന്തോഷ വാർത്തയും അറിയിക്കുന്നു. സഹോദരി പ്രഗ്നന്റ് ആണെന്ന്. വിവാഹം കഴിഞ്ഞു പോയതിനു ശേഷം സഹോദരി രാജ ഒരുപാട് മിസ് ചെയ്യുകയായിരുന്നു. ഇപ്പോഴത്തെ ആ ഒരു സന്തോഷ വാർത്തയും കേട്ട് രാജയ്ക്കും ഒരുപാട് സന്തോഷമാകും. രാജയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലത്ത് പെണ്ണ് നോക്കി. അവസാനം മാട്രിമോണിയൽ സൈറ്റ് വഴി ഒരു പെൺകുട്ടി സെറ്റാവുകയാണ്. അവളുടെ പേരാണ് രേഷ്മ. രേഷ്മയാണ് കഥാനായിക. രേഷ്മയ്ക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നതാണ്. അതെല്ലാം റിജക്റ്റ് ചെയ്തിട്ടാണ് അവൾ തന്നെ രാജയെ അക്സെപ്റ്റ് ചെയ്തതും. എന്നാൽ വിവാഹമൊക്കെ ഉറപ്പിക്കുന്നതിന് മുൻപ് രാജയെ ഒന്ന് നേരിൽ കാണണമെന്നും രേഷ്മ പറഞ്ഞു. അത്രയും നാള് അവർ ഫോൺ വഴി ചാറ്റ് ചെയ്ത് പരിചയപ്പെട്ട രേഷ്മയും രാജയും ദേ ഇപ്പോൾ കാണുവാനായും പോവുകയാണ്. ഒരു കോഫി ഷോപ്പിൽ വെച്ച് കാണാമെന്നാണ് രേഷ്മ പറഞ്ഞിരുന്നതും. പക്ഷേ രാജയ്ക്ക് ആകെ കൺഫ്യൂഷൻ. രാജയുടെ കയ്യിലിരിക്കുന്നത് ചെറിയൊരു വണ്ടിയാണല്ലോ. അതുകൊണ്ട് തന്റെ കൂട്ടുകാരനോട് ആ കാര്യം പറയുമ്പോൾ നീ നല്ലൊരു ബൈക്കും എടുത്ത് പോകുവാനായും പറയുന്നു. കൂട്ടുകാരന്റെ കയ്യിലിരിക്കുന്നത് ബുള്ളറ്റ് ആയതുകൊണ്ട് തന്നെ ബുള്ളറ്റും കൊണ്ടാണ് രാജ രേഷ്മയെ കാണുവാനായും പോകുന്നത്. രണ്ടുപേരും പരസ്പരം സംസാരിക്കുകയും പരിചയപ്പെടുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. പെണ്ണുകാണൽ ചടങ്ങും വിവാഹം ഉറപ്പിക്കുന്നതിനൊക്കെ മുൻപ് തന്നെ നമുക്കൊന്ന് ഡേറ്റ് ചെയ്യണമെന്നും രേഷ്മ പറയുന്നു. അടുത്ത ആഴ്ച നമുക്ക് രണ്ടുപേർക്കും ഒന്ന് കറങ്ങാൻ പോയാലോ? എന്തായാലും നിങ്ങളുടെ കൈവശം ബുള്ളറ്റില്ലേ, അതിൽ പോകാമെന്നും രേഷ്മ പറയുന്നു. എന്നാൽ രാജയ്ക്ക് ആകെ ടെൻഷൻ. രാജ തന്റെ കൈവശം ഇരിക്കുന്നത് ചെറിയ ബൈക്കാണെന്ന് പറയാതെ ഇതെന്റെ കൂട്ടുകാരന്റെ ബുള്ളറ്റാ, എന്റെ ബൈക്ക് ഒരു കറുത്ത പൾസറാണ്, അത് സർവീസിന് കൊടുത്തിരിക്കുകയാണെന്നും രാജ കള്ളം പറയും. അതിനെന്താ, ബൈക്ക് കിട്ടട്ടെ, അപ്പോൾ നമുക്ക് പോകാം, അടുത്ത ആഴ്ച പോകാമെന്നും രേഷ്മ പറയുന്നു. രാജയ്ക്ക് ആകെ കൺഫ്യൂഷൻ. രാജ കള്ളം പറഞ്ഞതല്ലേ? കൂട്ടുകാരനടുത്തെത്തി അവൻ ഈ ഒരു കാര്യം അവതരിപ്പിക്കും. ഇനി ഒരാഴ്ച സമയമില്ലേ, നമുക്കൊരു കറുത്ത പൾസർ എങ്ങനെയെങ്കിലും വാങ്ങാം, ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാമെന്നും കൂട്ടുകാരൻ പറയുന്നു. അത് കേട്ട് കറുത്ത പൾസറിന് വേണ്ടിയിട്ട് രാജയും കൂട്ടുകാരനും അന്വേഷണവും ആരംഭിച്ചു. എന്നാൽ മറ്റൊരു വശത്ത് കാവേരിയുടെ ഗോഡൌൺ ആണ് കാണിക്കുന്നത്. അവിടെയാണ് കാവേരി കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു കറുത്ത പൾസർ വെച്ചിരിക്കുന്നത്. രാത്രിയായപ്പോഴോ ഈ കറുത്ത പൾസറാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് റേസ് ആകുവാനായും തുടങ്ങി. ഗോഡൌണിൽ നിൽക്കുന്ന കാവേരിയുടെ കൂട്ടാളിയാണെങ്കിൽ പൾസർ ഓട്ടോമാറ്റിക്കായിട്ട് റേസ് ആകുന്നത് കണ്ട് അവിടേക്ക് എത്തുന്നു. എന്നാൽ ആ കൂട്ടാളിയെ കണ്ട കറുത്ത പൾസർ ആണെങ്കിലോ പെട്ടെന്ന് തന്നെ ഒരു മൃഗത്തെ പോലെ അമറുവാനും വല്ലാത്ത ശബ്ദമുണ്ടാക്കുവാനും തുടങ്ങി. എന്നിട്ട് ആ ഒരു കറുത്ത പൾസർ ആണെങ്കിലോ കൂട്ടാളിയെ അറ്റാക്ക് ചെയ്യുകയാണ്. അയാളെ കൊന്നുകളയുകയും ചെയ്യുന്നു. അടുത്ത ദിവസം ഗോഡൌണിലേക്ക് എത്തുന്ന കാവേരി കാണുന്നത് മരിച്ചു കിടക്കുന്ന തന്റെ കൂട്ടാളിയാണ്.
പോലീസുകാരെത്തി അന്വേഷണവും ആരംഭിക്കുന്നു. എന്നാൽ മരിച്ചു കിടക്കുന്ന ആളുടെ ഡെഡ് ബോഡി കണ്ടു കഴിഞ്ഞാൽ ഏകദേശം വണ്ടിയിലൊക്കെ പോയി ആക്സിഡന്റ് ആകുമ്പോൾ എങ്ങനെയാണ് മുറിവുകളൊക്കെ പറ്റുന്നത് അതുപോലെ തന്നെയായിരുന്നു. അതെല്ലാം കാണുന്ന കാവേരിക്ക് ആകെ ടെൻഷൻ. മാത്രവുമല്ല, കാവേരി ഒരു കാര്യം ചിന്തിക്കുന്നു. ആ ഒരു കറുത്ത പൾസർ ഗോഡൌണിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു പൾസറിൽ എന്തോ ദുരൂഹതയുണ്ടെന്നും കാവേരിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അത് വിൽക്കണമെന്നും കാവേരി തീരുമാനിക്കുന്നു. മറ്റൊരു വശത്ത് കറുത്ത പൾസർ അന്വേഷിച്ച് നടക്കുകയാണല്ലോ രാജയും കൂട്ടുകാരനും. അവർ നേരെ എത്തുന്നത് ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ വിൽക്കുന്ന ആളിനടുത്തേക്കാണ്. പക്ഷേ അവരുടെ കയ്യിൽ ആകെയുള്ളത് നീല കളർ പൾസറാണ്. എടാ, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്, നീലയെങ്കിൽ നീല എന്ന് കൂട്ടുകാരൻ പറയുമ്പോൾ, വേണ്ടടാ, ഞാൻ കറുത്ത പൾസർ എന്നാണ് രേഷ്മയോട് പറഞ്ഞിരിക്കുന്നതെന്നും രാജ പറയുന്നു. അത് കേൾക്കുന്ന അവിടെ നിൽക്കുന്ന ആളാണെങ്കിൽ, എങ്കിലൊരു കാര്യം ചെയ്, വേറൊരാളാണെങ്കിൽ ഒരു കറുത്ത പൾസർ വിൽക്കുവാനായി പോവുകയാണ്, നിങ്ങൾ അവിടേക്ക് ചെന്ന് ചോദിച്ചു നോക്കെന്ന് പറഞ്ഞ് ഒരു അഡ്രസ്സ് കൊടുക്കുന്നു. ആ ഒരു അഡ്രസ് മറ്റാരുടേതുമല്ല, കാവേരിയുടെ ഗോഡൌണിൻ്റെതായിരുന്നു. അങ്ങനെ അതൊന്നും അറിയാതെ രാജയും കൂട്ടുകാരനും കാവേരിയുടെ ഗോഡൌണിലേക്ക് എത്തും. കാവേരിയാണെങ്കിലോ ഓൾറെഡി രാജയെ കൊല്ലുവാനായിട്ട് നടക്കുകയാണല്ലോ. കാവേരിയുടെ ബിസിനസിന് ഭീഷണി രാജയുടെ ബിസിനസ് ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും രാജയെ കൊന്നുകളയണമെന്നായിരുന്നു കാവേരി കരുതിയത്. പക്ഷേ ഇതൊന്നും രാജയ്ക്ക് അറിയത്തേയില്ല. അറിയാതെയാണ് അവിടേക്ക് എത്തിയിരിക്കുന്നതും. രാജ പറയുന്നത്, നിങ്ങളുടെ കൈവശം ഒരു കറുത്ത പൾസറില്ലേ, അത് വാങ്ങുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്നും രാജ പറയുമ്പോഴോ അത് കേട്ട് കാവേരിക്ക് ഒരുപാട് സന്തോഷമായി. ആ ഒരു പൾസറിന് എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്നുള്ള കാര്യം കാവേരിക്ക് അറിയാമല്ലോ. ഈ ഒരു വണ്ടി കൊണ്ടുപോയി രാജ മരിച്ചു കഴിഞ്ഞാൽ താൻ എന്തായാലും വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ. ഒരു കല്ലിൽ രണ്ട് മാങ്ങ എന്നും കാവേരി ചിന്തിച്ച് സന്തോഷിക്കുകയാണ്. എന്നിട്ട് പകുതി വിലയ്ക്ക് ആ ഒരു പൾസർ രാജയ്ക്ക് കൊടുക്കുകയും ചെയ്തു. പൾസർ കിട്ടിക്കഴിഞ്ഞതും രേഷ്മ പറഞ്ഞതുപോലെ തന്നെ രണ്ടുപേരും കറങ്ങുവാനായും പോവുകയാണ്. രണ്ടുപേരും ആ ഒരു ട്രിപ്പ് ഒരുപാട് എൻജോയ് ചെയ്യുകയാണ്. അവർ രണ്ടുപേരും തിരികെ വരുന്നത് ഏകദേശം രാത്രിയായിരുന്നു. എന്നാൽ രാജയുടെ കൈവശം ബൈക്കിന്റെ കൺട്രോൾ നിൽക്കുന്നില്ല. തന്റെ കൺട്രോൾ വിട്ട് ബൈക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പോവുകയാണ്. മാത്രവുമല്ല, രാജയ്ക്ക് കണ്ണ് മങ്ങുന്നത് പോലെയൊക്കെ തോന്നുന്നു. എന്താണ് തനിക്ക് ചുറ്റും നടക്കുന്നതെന്ന് രാജയ്ക്ക് മനസ്സിലാകുന്നതേയില്ല. ഒരു ഘട്ടത്തിൽ രാജയുടെ കയ്യിൽ നിന്നും ബൈക്കിന്റെ കൺട്രോൾ പോയി ബൈക്ക് ആക്സിഡന്റ് ആവുകയും ചെയ്യുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നൊന്നും രാജയ്ക്ക് അറിയാനും കഴിയുന്നില്ല. മാത്രവുമല്ല, ഇനിയാണ് രാജയുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളും സംഭവിക്കുവാനായും പോകുന്നത്. ഭാഗ്യത്തിനാണ് രണ്ടുപേരും രക്ഷപ്പെട്ടത്. എങ്ങനെയൊക്കെ അവർ വീട്ടിലെത്തുകയും ചെയ്യുന്നു. അങ്ങനെ രാജയാണെങ്കിലോ താൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ പാർക്കിങ്ങിലായിട്ട് പൾസർ കൊണ്ടുവന്ന് വെക്കുകയാണ്. അപ്പാർട്ട്മെന്റിൽ എല്ലാവരും ഉറങ്ങിയ സമയം. പൾസർ ആണെങ്കിലോ ഓട്ടോമാറ്റിക്കായിട്ട് റൈസ് ചെയ്യുകയാണ്. അത് കേൾക്കുന്ന സെക്യൂരിറ്റി ആണെങ്കിൽ എന്തെന്നറിയുവാൻ വേണ്ടിയിട്ട് പൾസറിനടുത്തേക്ക് വരുന്നു. എന്നാൽ ആ ഒരു പൾസർ ബൈക്ക് ആണെങ്കിലോ സെക്യൂരിറ്റി ഓടിക്കുകയാണ്. ഒരു അമാനുഷിക ശക്തി ബാധിക്കുമ്പോൾ എങ്ങനെയാണ് പെരുമാറുന്നത് അതുപോലെ തന്നെ സെക്യൂരിറ്റിയെ കൊല്ലുവാനായും ശ്രമിക്കുന്നു. എന്നാൽ താഴെ നിന്നും ബൈക്കിന്റെ ശബ്ദം കേൾക്കുന്ന രാജയാണെങ്കിലോ ജനലിലൂടെ എത്തി നോക്കുന്നു. അപ്പോൾ കാണുന്ന കാഴ്ച തന്റെ പൾസറാണെങ്കിൽ ആ ഒരു സെക്യൂരിറ്റിയെ ഓടിക്കുന്നതാണ്. അത് കണ്ട് രാജയാണെങ്കിലോ ഞെട്ടിപ്പോകുന്നു. എന്നാൽ പൾസർ ഇങ്ങനെ ആ ഒരു സെക്യൂരിറ്റിയെ ഓടിച്ചുകൊണ്ട് പോകുന്നതും അയാളെ കൊല ചെയ്യുവാനായി ശ്രമിക്കുന്നതും അതുവഴി നടന്നു പോവുകയായിരുന്ന ഒരു സ്വാമി കാണുന്നു. സ്വാമി ഉടനെ തന്നെ പൾസറിന് മുന്നിലേക്ക് വന്നു നിന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന ഭസ്മം ആ ഒരു ബൈക്കിലേക്ക് എറിയുന്നു. എന്നിട്ട് പറയുന്നു, നീ ഇതിലുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്തായാലും നീ എന്തിനാണോ വന്നത്, നിന്റെ ആഗ്രഹം നിറവേറാനായി പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് സ്വാമി അവിടെ നിന്ന് പോയത്. സ്വാമി അങ്ങനെ ചെയ്തത് കൊണ്ട് തന്നെ ആ ഒരു ബൈക്ക് ശാന്തമാവുകയാണ്. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന രാജ ഞെട്ടിപ്പോകുന്നു. ആ ഒരു പൾസർ ബൈക്കിൽ എന്തോ അമാനുഷിക ശക്തി ഉണ്ടെന്നുള്ള കാര്യം രാജയ്ക്ക് മനസ്സിലായി. അടുത്ത ദിവസമായപ്പോഴോ രാജയുടെ കൂട്ടുകാരനാണെങ്കിൽ രാജയ്ക്ക് അടുത്തേക്ക് വന്നിട്ട്, എടാ, നിന്റെ ബൈക്ക് എനിക്കൊന്ന് വേണം, എന്റെ വൈഫ് നാട്ടിൽ നിന്ന് വരുന്നു, അവളെ കൂട്ടിക്കൊണ്ട് വരണമെന്നും രാജയോട് പറയുന്നു. രാജ ബൈക്ക് കൊടുക്കുവാനായിട്ട് മടിക്കുകയാണ്. നീ ചോദിച്ച സമയം തന്നെ ഞാൻ ബൈക്ക് തന്നല്ലോ, പിന്നെ നീ എന്താ നിന്റെ ബൈക്ക് എനിക്ക് തരുവാനായിട്ട് മടിക്കുന്നെന്ന് ചോദിക്കുമ്പോൾ വേറൊന്നും പറയാതെ രാജ ചാവി കൊടുക്കുന്നു. അങ്ങനെ കൂട്ടുകാരനാണെങ്കിലോ ബൈക്കും എടുത്ത് പോവുകയാണ്. വൈഫിനെയും കൂട്ടി വരുന്ന സമയത്ത് നടു റോഡിൽ വെച്ച് ബൈക്ക് ഓഫ് ആകുന്നു. നോക്കുന്ന സമയത്ത് പെട്രോൾ ഇല്ല. പമ്പിൽ പോയി പെട്രോൾ അടിച്ചപ്പോൾ ബൈക്ക് സ്റ്റാർട്ടായി. കൂട്ടുകാരന്റെ വൈഫ് ബൈക്കിലേക്ക് കയറിയതും ബൈക്ക് ഓഫായി. വീണ്ടും വൈഫ് ഇറങ്ങുമ്പോൾ ബൈക്ക് ഓൺ ആകുന്നു. അപ്പോൾ തന്റെ വൈഫ് ബൈക്കിൽ കയറുന്നതാണ് പ്രശ്നമെന്നുള്ള കാര്യം കൂട്ടുകാരന് മനസ്സിലായി. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അപ്പാർട്ട്മെന്റിലേക്കും എത്തുകയാണ്. കൂട്ടുകാരൻ ഉടനെ തന്നെ രാജയോട് പറയുന്നു, ഈ ബൈക്കിന് എന്തോ പ്രശ്നമുണ്ട്, എന്റെ വൈഫ് ബൈക്കിൽ കയറിയപ്പോഴാണ് ബൈക്ക് ഓഫ് ആയത്. മറ്റൊരാളെ വണ്ടിയിൽ ഇരുത്തുന്നതാണ് പ്രശ്നമെന്നാണ് എനിക്ക് തോന്നുന്നതെന്നും കൂട്ടുകാരൻ പറയുമ്പോൾ തലേ ദിവസം നടന്ന കാര്യങ്ങളെല്ലാം രാജ കൂട്ടുകാരനോട് തുറന്നു പറയുന്നു. ഇതെന്താടാ നീ നേരത്തെ എന്നോട് പറയാത്തത്, എങ്കിൽ ഞാൻ ഈ ഒരു ബൈക്ക് എടുത്തുകൊണ്ട് പോകില്ലായിരുന്നല്ലോ എന്നും കൂട്ടുകാരൻ പറയുന്നു. ഒരു കാര്യം ചെയ്യാം, ഈ ഒരു ബൈക്ക് വന്നതിന് ശേഷമാണല്ലോ നിന്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. നമുക്ക് ഈ ഒരു ബൈക്ക് ആരുടെ കയ്യിൽ നിന്നാണോ വാങ്ങിയത് അയാൾക്ക് തന്നെ വിൽക്കാമെന്നും കൂട്ടുകാരൻ പറയുന്നു.
അടുത്ത ദിവസം തന്നെ രാജയും കൂട്ടുകാരനും കൂടി ബൈക്ക് തിരികെ കൊടുക്കുവാനായിട്ട് കാവേരിയുടെ ഗോഡൌണിലേക്ക് എത്തുന്നു. രാജയും കൂട്ടുകാരനെയും കാണുന്ന കാവേരിക്ക് അവർ വരുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി. ബൈക്ക് തിരികെ തരുവാനാണ് വന്നതെന്ന് പറയുമ്പോൾ എന്തായാലും ഞാൻ വിറ്റ സാധനം തിരികെ എടുക്കത്തില്ല എന്നും കാവേരി പറയുന്നു. കാവേരി അവരെ രണ്ടുപേരെയും വിരട്ടിയാണ് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. ബൈക്ക് വീണ്ടും തിരികെ കൊണ്ടുവരുന്നതിന്റെ സങ്കടവും ദേഷ്യവും ഒക്കെ രാജയ്ക്കുണ്ടായിരുന്നു. തിരികെ അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്ന് ബൈക്ക് വെച്ചതിന് ശേഷം പിന്നീട് ജോലിക്ക് പോകുമ്പോഴൊക്കെ തന്റെ പഴയ ബൈക്കുമായിട്ടാണ് രാജ അവിടെ നിന്ന് പോകുന്നത്. എന്നാൽ അതേ സമയമായിരുന്നു രാജയുടെ സഹോദരിയും ഹസ്ബൻഡും അവിടേക്ക് വരുന്നതും. ബൈക്ക് വെറുതെ ഇരിക്കുന്നത് കണ്ട് ആ ഒരു കറുത്ത പൾസറിൽ സഹോദരിയും ഭർത്താവും കൂടി പോകുന്നു. എന്നാൽ ഇത് രാജ അറിയുന്നില്ലല്ലോ. വീട്ടിലേക്ക് വരുന്നതും ബൈക്ക് കാണുന്നില്ല. എവിടെയാണെന്ന് അറിയാൻ വയ്യാതെ ടെൻഷനായി നിൽക്കുന്ന രാജയ്ക്ക് തന്റെ സഹോദരിയുടെ കാര്യം ഓർമ്മ വരുന്നു. സഹോദരി വന്നത് മനസ്സിലാക്കി ഉടനെ തന്നെ സഹോദരിയെ രാജ കോള് ചെയ്യും. നിന്റെ ബൈക്ക് അവിടെ വെറുതെ ഇരിക്കുന്നത് കണ്ട ഞങ്ങൾ ബൈക്ക് എടുത്തതെന്ന് പറയുമ്പോൾ ആ ബൈക്കിൽ പോകരുതെന്ന് രാജ പറയുവാനായിട്ട് ഒരുങ്ങുന്ന സമയം തന്നെയായിരുന്നു അവരുടെ ബൈക്ക് ആക്സിഡന്റ് ആകുന്നതും. സഹോദരിയാണെങ്കിലോ പ്രഗ്നന്റും കൂടി. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിക്കാൻ പോലും രാജയ്ക്ക് കഴിഞ്ഞതേയില്ല. രാജ വെപ്രാളപ്പെട്ട് അവിടെ നിന്ന് പോകുവാനായി ഒരുങ്ങുന്ന സമയം തന്നെയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്നും രാജയ്ക്ക് കോള് വരുന്നത്. എത്രയും വേഗം നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തണമെന്നും പോലീസ് ഇൻസ്പെക്ടർ പറയുന്നു. രാജ ടെൻഷൻ അടിച്ച് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ തന്റെ സഹോദരിയും ഹസ്ബൻഡും അവിടെ സേഫാണ്. നിങ്ങളുടെ ബൈക്കാണോ ഈ കറുത്ത പൾസർ എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചിട്ട് രാജയുടെ മുഖത്തേക്ക് നോക്കുന്ന സമയമായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ ഞെട്ടിപ്പോകുന്നത്. നിങ്ങളുടെ പേരെന്താന്ന് പോലീസ് ഇൻസ്പെക്ടർ ചോദിക്കുമ്പോൾ എന്റെ പേര് ദശരഥ രാജ എന്നും രാജ പറയുന്നു. അല്ല, നിങ്ങൾ കറുപ്പനല്ലേ എന്ന് ചോദിക്കും. കറുപ്പനോ? അല്ല, ഞാൻ ദശരഥ രാജ എന്നും രാജ മറുപടി പറയുന്നു. അപ്പോഴാണ് ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പോലീസ് ഇൻസ്പെക്ടർ പറയുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു കഥയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്കാ കാണിക്കുന്നത്. ഒരിക്കൽ ചെന്നൈയില് ജല്ലിക്കെട്ട് നടക്കുന്ന സമയം അവിടേക്ക് ഈ പോലീസ് ഇൻസ്പെക്ടറും ടീമും ഒക്കെ എത്തുന്നു. അങ്ങനെ ആ ഒരു ജല്ലിക്കെട്ടില് സെൽവം, കഥയിലെ വില്ലനുണ്ടല്ലോ, സെൽവം തന്റെ കാളയുമായിട്ട് എത്തുകയാണ്. എന്നിട്ട് സെൽവമാണെങ്കിൽ ഒരു അനൗൺസ്മെന്റ് നടത്തുന്നു. എന്റെ കാളയെ തോൽപ്പിക്കുന്നവർക്ക് ഞാൻ ഈ ഒരു കറുത്ത പൾസർ സമ്മാനമായി നൽകുമെന്ന്. മാത്രവുമല്ല തന്റെ കാളയെ കുറിച്ചിട്ട് സെൽവം കുറച്ചു കാര്യങ്ങളൊക്കെ പുകഴ്ത്തി പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്റെ കാളയെ തോൽപ്പിക്കണമെങ്കിൽ അതിനൊരു വീരൻ തന്നെ വരണം. എന്റെ കാളയെ തോൽപ്പിക്കുവാനായിട്ട് ആരും തന്നെ ഈ ലോകത്ത് ജനിച്ചിട്ടേയില്ല എന്ന മട്ടിലൊക്കെ സെൽവം സംസാരിക്കുന്നു. അതെല്ലാം അവിടെ നിൽക്കുന്ന ഒരാൾ കേൾക്കുകയാണ്. അവന്റെ പേരാണ് കറുപ്പൻ. കറുപ്പനെ കാണുവാനായിട്ട് ദശരഥ രാജയെ പോലെ തന്നെയായിരുന്നു. അങ്ങനെ കറുപ്പനും ആ ഒരു ജല്ലിക്കെട്ടിൽ പങ്കെടുക്കുന്നു. സെൽവത്തിന്റെ മെരുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആ ഒരു കാളയെ തന്നെ കറുപ്പൻ മെരുക്കുകയാണ്. എന്നിട്ട് സമ്മാനമായി കൊടുക്കുവാനായി വെച്ചിരുന്ന പൾസറും സ്വന്തമാക്കുന്നു. സ്വന്തമാക്കുന്ന സമയത്തും കുറച്ച് കാര്യങ്ങളൊക്കെ കറുപ്പൻ പറയുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ട് സെൽവത്തിന് വല്ലാതെ ദേഷ്യം വരും. സെൽവമാണെങ്കിലോ തന്റെ കാളയെ ഒരുപാട് പുകഴ്ത്തിയാണല്ലോ പറഞ്ഞിരുന്നതും. അതിനെ എതിർത്തുകൊണ്ടാണ് കറുപ്പൻ സംസാരിച്ചതും. അതും കൂടിയായപ്പോൾ സെൽവത്തിന്റെ ഈഗോയെ ഹർട്ട് ചെയ്തു എന്ന് തന്നെ പറയാം. അങ്ങനെ സമ്മാനം കിട്ടിയ ആ ഒരു ബൈക്കുമായിട്ട് അന്നേ ദിവസം തന്നെയായിരുന്നു കറുപ്പനും കറുപ്പന്റെ വൈഫും കൂടി ബൈക്കിൽ പോകുന്നത്. എന്നാൽ ഒരു ഘട്ടത്തിൽ അവരെ ആരോ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. അവരെ അടിച്ചിടുകയും അവിടെ നിന്ന് അവരെ കടത്തിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. കൊണ്ടുപോയത് സെൽവത്തിന്റെ ഗോഡൌണിലേക്കായിരുന്നു. അവിടെ കൊണ്ടുവന്ന് അവരെ ഒരുപാട് ഉപദ്രവിക്കും. എന്നെ തോൽപ്പിക്കാറായോ നീ? എന്റെ കാളയെ മെരുക്കുവാനായിട്ട് നിനക്ക് കഴിയുമോ എന്നൊക്കെ ചോദിച്ചാണ് ഒരുപാട് തല്ലുന്നത്. മാത്രവുമല്ല സെൽവത്തിന് അവരോട് വല്ലാത്ത ദേഷ്യമുണ്ടായിരുന്നു. സെൽവമാണെങ്കിലോ കറുപ്പന്റെ മുന്നിലിട്ട് കറുപ്പന്റെ ഭാര്യയെ ഒരു ദയവുമില്ലാതെ അടിച്ചു കൊലപ്പെടുത്തുകയാണ്. അതിനുശേഷം കറുപ്പനെയും അടിച്ചു കൊലപ്പെടുത്തുന്നു. കറുപ്പനെ അടിച്ചു കൊല്ലുന്ന സമയത്ത് കറുപ്പന്റെ ബ്ലഡ് ആ കറുത്ത പൾസറിലേക്ക് തെറിച്ചിരുന്നു. മാത്രമല്ല അതിലും സെൽവന്റെ ദേഷ്യം അടങ്ങിയില്ല. ജല്ലിക്കെട്ടിൽ തന്നെ തോൽപ്പിച്ച തന്റെ സ്വന്തം കാളയിലെ ആ കാളയോടും സെൽവത്തിന് വല്ലാതെ ദേഷ്യം. ഒരു ദയയുമില്ലാതെ ആ മിണ്ടാപ്രാണിയും അടിച്ചു കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിനെ അടിച്ചു കൊല്ലുന്ന സമയത്തും ആ ഒരു കാളയുടെ ബ്ലഡും കറുപ്പ് പൾസറിൽ തെറിച്ചിരുന്നു. അതോടുകൂടി കാളയുടെ ആത്മാവും കറുപ്പന്റെ ആത്മാവും കറുത്ത പൾസറിലേക്ക് പ്രവേശിക്കുകയാണ്. ചെറിയൊരു വാശിപ്പുറത്ത് ഏകദേശം 3 ജീവനെയാണ് സെൽവം നശിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു കഥയെല്ലാം പോലീസ് ഇൻസ്പെക്ടർ രാജയോട് പറയുമ്പോൾ അതെല്ലാം കേൾക്കുന്ന രാജയ്ക്ക് വല്ലാതെ സങ്കടം വരുന്നു. ഈ ഒരു ബൈക്കിന് പിന്നില് ഇങ്ങനെ ഒരു കഥയുണ്ടല്ലോ എന്നും രാജ ചിന്തിക്കും. എന്നാൽ മറ്റൊരു വശത്ത് സെൽവത്തിനെ കാണിക്കുകയാണ്. ആ ഒരു സംഭവത്തിന് ശേഷം സെൽവത്തിന് ഉറങ്ങുവാനേ കഴിയുന്നില്ല. വല്ലാത്ത സ്വപ്നങ്ങളൊക്കെ സെൽവത്തിന് വേട്ടയാടിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ സെൽവനാണെങ്കിൽ ഒരു സ്വാമിയെ പോയി കാണുകയാണ്. നീ ഒരു മിണ്ടാപ്രാണിയെ കൊല ചെയ്തില്ലേ? ആ ഒരു മിണ്ടാപ്രാണിയുടെ ആത്മാവാണ് നിന്നെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നതും. അതുകൊണ്ട് നീ ചെയ്യേണ്ട കാര്യം, എവിടെയാണോ ആ ഒരു കാളയെ നീ കുഴിച്ചിട്ടിരിക്കുന്നത് അവിടെ നിന്നും അതിന് കുഴി തോണ്ടി പുറത്തെടുത്തതിനു ശേഷം അതിന്റെ ഡെഡ് ബോഡി കത്തിച്ച് കളയണം. എന്നാൽ മാത്രമേ എല്ലാത്തിനും പരിഹാരം കിട്ടൂ എന്നും ആ ഒരു സ്വാമി പറയുന്നു. അന്നേ ദിവസം രാത്രി തന്നെ സെൽവവും കൂട്ടാളികളും ചേർന്ന്
കാളെ എവിടെയാണോ കുഴിച്ചിട്ടിരുന്നത് ആ ഒരു കുഴി തോണ്ടി അതിന്റെ അവശിഷ്ടങ്ങളെല്ലാം എടുത്ത് കത്തിച്ച് കളയുകയാണ്. കാളയെ മാത്രം കത്തിച്ചു കളഞ്ഞാൽ പോരാ, ആ സമയത്ത് അവിടെയുണ്ടായിരുന്ന കറുപ്പ് പൾസറിനുള്ളിലാണ് കാളയുടെ ആത്മാവും കറുപ്പന്റെ ആത്മാവും പ്രവേശിച്ചിരിക്കുന്നത്. ആ ഒരു കറുത്ത പൾസറും നശിപ്പിച്ചു കളയണമെന്നും സ്വാമി പറയുന്നു. കറുത്ത പൾസർ കൊടുത്തിരിക്കുന്നത് കാവേരിക്കാണല്ലോ. കാവേരി വിളിച്ചിട്ട് ആ ഒരു പൾസർ തനിക്ക് തിരികെ വേണമെന്നും സെൽവം പറയുന്നു. എന്നാൽ ആ ഒരു പൾസർ താൻ വിറ്റ് കളഞ്ഞല്ലോ എന്നും കാവേരി പറയുകയാണ്. അത് കേട്ട് സെൽവമാണെങ്കിലോ, എനിക്ക് ആ ഒരു പൾസർ തിരികെ വേണം, അതുകൊണ്ട് ആ ഒരു പൾസർ കണ്ടെത്താനായിട്ട് ഞാൻ ചെന്നൈയിലേക്ക് വരുന്നെന്നും സെൽവം പറയുന്നു. എന്നാൽ പോലീസ് ഇൻസ്പെക്ടർ രാജയോടൊരു കാര്യം പറഞ്ഞിരുന്നു. നീ സൂക്ഷിക്കണം, നിന്നെ അന്വേഷിച്ച് ഉറപ്പായിട്ടും സെൽവം ചെന്നൈയിലേക്ക് വരും. കാരണം നീ കാണുവാനായിട്ട് കറുപ്പനെ പോലെ തന്നെയാണ് ഇരിക്കുന്നെന്നുള്ള കാര്യവും പ്രത്യേകം ഇൻസ്പെക്ടർ പറഞ്ഞിരുന്നു. എന്നാൽ രാജയാണെങ്കിലോ തന്റെ ബൈക്കിനുള്ളിൽ രണ്ട് ആത്മാക്കൾ ഉള്ളത് കൊണ്ട് തന്നെ അതിന് മോക്ഷം കൊടുക്കണമെന്ന് കരുതി നേരെ ഒരു സ്വാമിയെ കാണുവാനായിട്ടും പോകുന്നു. ആ സ്വാമി മറ്റാരുമല്ല, അന്ന് ഈ ഒരു പൾസർ ബൈക്ക് ഒരു സെക്യൂരിറ്റിയെ ഓടിച്ചായിരുന്നല്ലോ. സെക്യൂരിറ്റി രക്ഷിച്ച അതേ സ്വാമിക്കടുത്തേക്കാണ് പൾസറുമായിട്ട് രാജ എത്തിയിരിക്കുന്നതും. നീ വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. കാരണം ഈ ഒരു പൾസറിനകത്തുള്ള ആത്മാക്കളുടെ ആഗ്രഹം നിറവേറാൻ സമയമായി. അതുടനെ തന്നെ നടക്കുമെന്നുള്ള കാര്യം സ്വാമി പറയും. സ്വാമി പറഞ്ഞ അതേ സമയം തന്നെയായിരുന്നു സെൽവവും കൂട്ടാളികളും അവിടേക്ക് എത്തുന്നത്. എന്നിട്ട് ആ ഒരു പൾസർ കൊളുത്തുവാനായും ശ്രമിക്കുന്നുണ്ട്. അത് കാണുന്ന രാജ, നിങ്ങൾ ഓൾറെഡി രണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞു, ഇനി ഈ ഒരു കാര്യം കൂടി ചെയ്യരുതെന്ന് പറഞ്ഞ് തടയുവാനായി ശ്രമിക്കുന്ന സമയത്തായിരുന്നു രാജയെ സെൽവം കാണുന്നത്. രാജ കാണുവാനായിട്ട് കറുപ്പനെ പോലെ തന്നെയാണല്ലോ. രാജയെ ഒരുപാട് തല്ലുന്നു, തല്ലി ചതച്ച് ദൂരേക്ക് വലിച്ചെറിയുന്നു. എന്നാൽ അപ്പോൾ തന്നെ അത്രയും അടികൊണ്ട് അവശനായ രാജ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നു. ഏകദേശം ഒരു കാള എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെ കറുപ്പ് പൾസറിലുണ്ടായിരുന്ന കാളയുടെ ആത്മാവ് രാജയുടെ ദേഹത്തേക്ക് കയറിയിരിക്കുന്നു. ഒരു കാള എങ്ങനെ മനുഷ്യനെ കുത്തിക്കൊല്ലുമോ അതുപോലെ തന്നെ സെൽവത്തിന്റെ ഓരോ ആളുകളെയായിട്ടും രാജ ആക്രമിക്കുവാനായും തുടങ്ങി. ഒരു ഘട്ടത്തിൽ രാജയുടെ ദേഹത്തേക്ക് പ്രവേശിച്ചിരിക്കുന്ന കാളയുടെ ആത്മാവാണെങ്കിലോ സെൽവത്തെയും ക്രൂരമായി കൊലപ്പെടുത്തുന്നു. എങ്ങനെയാണോ സെൽവം ആ ഒരു കാളയെ കൊന്നത് അതുപോലെ തന്നെ സെൽവത്തിനെയും കാളയുടെ ആത്മാവ് ക്രൂരമായി കൊലപ്പെടുത്തി കഴിഞ്ഞു. അത് കഴിഞ്ഞ ഉടനെ തന്നെ രാജയുടെ ദേഹത്ത് നിന്നും കാളയുടെ ആത്മാവ് പുറത്തേക്ക് വരികയാണ്. പൾസറിലുണ്ടായിരുന്ന ആത്മാക്കൾ എല്ലാവരും പുറത്തു വന്ന് അവരുടെ ആഗ്രഹം നിറവേറ്റിയതോടുകൂടി അവർക്ക് മോക്ഷവും കിട്ടുകയാണ്. രാജയ്ക്കും ഒരുപാട് സന്തോഷമായി. അങ്ങനെ രാജയാണെങ്കിലോ തന്റെ പൾസർ ബൈക്കുമായിട്ട് തിരികെ പോവുകയാണ്. പിന്നീട് രാജയുടെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുമെന്ന് കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.